ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ഒരു വചനം വായിക്കാം. 19-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാം വചനം നമുക്ക് നോക്കാം. Psalm 19 verse 14. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ഒരു നല്ല ചെറിയ പ്രാർത്ഥനയാണ് ഇവിടെ ദൈവദാസനായ ദാവീദ് ചെയ്യുന്നത്. എന്താണ് ആ ചെറിയ പ്രാർത്ഥന? യഹോവയായ കർത്താവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ചിന്തകളും അങ്ങേക്ക് പ്രസാദമായിരിക്കും. രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ഒന്ന് വായിലെ വാക്കുകൾ, രണ്ട് ഹൃദയത്തിലെ ധ്യാനം അഥവാ ചിന്തകൾ. ഇതിലാദ്യം വരുന്നത് ഏതാ? എവിടെ അതിൻ്റെ ഉത്ഭവം? എവിടെയാണ്? ഹൃദയത്തിലെ വിചാരങ്ങളിലാണ് ഉത്ഭവം. എന്നിട്ട് ഹൃദയത്തിൽ നിന്ന് പിന്നെ വരുന്നതാണ് ഈ വായ സംസാരിക്കുന്നത്. ഓവർഫ്ലോ ചെയ്യുന്നതാണ്, ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വാ കൊണ്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് വായ കൊണ്ട് സംസാരിക്കുന്ന വാക്കുകളെ അപ്പാടെ നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് സാധ്യമല്ല. അതിനു മുമ്പ് ആദ്യം ചെയ്യേണ്ട കാര്യം ഹൃദയത്തിൻ്റെ ചിന്തകളെ നിയന്ത്രിക്കണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്, ദൈവത്തിന് പ്രസാദകരമല്ലാത്ത ചിന്തകളെ നിയന്ത്രിച്ച് മാറ്റിക്കളയണം. അപ്പോൾ മാത്രമേ വായിലെ വാക്കുകൾ ദൈവത്തിന് പ്രസാദകരമായി തീരുകയുള്ളൂ എന്നാണ് ഇവിടെ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ലെറ്റ് ദ വേർഡ്സ് ഓഫ് മൈ മൗത്ത് ആൻഡ് ദ മെഡിറ്റേഷൻ ഓഫ് മൈ ഹാർട്ട് ബി അക്സെപ്റ്റബിൾ ഇൻ യുവർ സൈറ്റ്. നമുക്ക് ഇന്ന് രാവിലെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഹൃദയത്തിലെ ചിന്തകളെ നിയന്ത്രിച്ച് നിർത്തുവാനും ദൈവഹിതപ്രകാരം ചിന്തിക്കുവാനും എന്നെ സഹായിക്കണം. എൻ്റെ വായിലെ വാക്കുകളും ഞാൻ സംസാരിക്കുന്ന ഓരോ വാക്കുകളും ദൈവത്തിന് പ്രസാദകരമായിരിക്കട്ടെ എന്നും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്നാൽ സത്യമായ കാര്യം, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ചിന്തകളും ദൈവത്തിന് പ്രസാദകരമാക്കി തീർക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇറ്റ് ഈസ് പോസിബിൾ. കാര്യങ്ങൾക്ക് വ്യത്യാസം വരാൻ സാധിക്കും. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിന്തകളെ എല്ലാം അകറ്റി, ദൈവമേ, അങ്ങയ്ക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ചിന്തിക്കട്ടെ, ആ ഒരു തീരുമാനമെടുത്ത് അതിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ വായിലെ വാക്കുകളൊക്കെ അതിൻ്റെ സ്ഥാനത്ത് വന്ന് നിന്നോളും. അനാവശ്യമായ വാക്കുകൾ പിന്നെ വരികയില്ല. നമുക്കൊരു ഭാഗം കൂടെ വായിക്കാം. എഫേസ്യരുടെ പുസ്തകം 5-ാം അധ്യായം 3 മുതൽ വായിക്കാം. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേരു പറയുക പോലും അരുത്. അങ്ങനെ ആകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവയൊന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. നോക്കുക, ഇവിടെ പല കാര്യങ്ങളും അപ്പോസ്തലനായ പൗലോസ് ദൈവമക്കൾക്ക് വിലക്കപ്പെട്ടതായി അറിയിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത് ഇമ്മോറാലിറ്റിയെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ദോഷകരമായ, പാപകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത്യാഗ്രഹം നിങ്ങൾക്ക് പാടില്ല. ഇതൊക്കെയാണ് വിശുദ്ധന്മാർക്ക് ഉചിതമായ ജീവിത ശൈലി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നു, 4-ാം വചനം നോക്കുക, ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തത് ഒന്നും അരുത്. ഇതിന് പകരം സ്തോത്രമാണ് ആവശ്യം. ഈ കാര്യങ്ങൾ നാം ഓർക്കണം. നിങ്ങളിൽ ആരെങ്കിലും സഭയിൽ നിന്നെല്ലാം പോയി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇഷ്ടം പോലെ മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുന്ന പ്രകൃതമാണെങ്കിൽ അതിന് ഒരു മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ്. ഇവിടെ വായിക്കുക, അങ്ങനെ ആകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ദൈവമക്കൾക്ക്, വിശുദ്ധന്മാർക്ക്, ക്രിസ്ത്യാനികൾക്ക് ചേരുന്ന ഉചിതമായ ഒരു ലെവലുണ്ട്. ആ ലെവലിന് താഴോട്ട് നാം പോകരുത്. പല ആളുകളും അവരുടെ ജോലി സ്ഥലത്തും പണിസ്ഥലത്തും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ അവർ വിശ്വാസികളായിരിക്കാം, പക്ഷേ അവിടെ എല്ലാവരും പറയുന്ന പോലെയൊക്കെ അവരും അങ്ങ് സംസാരിക്കും. കുറേ മോശമായ കാര്യങ്ങളും കുറച്ച് ശൃംഗാരവും കുറച്ച് തമാശയും കളിയാക്കലും മറ്റുള്ളവരെ കുറ്റം പറച്ചിലും ചീത്ത പറച്ചിലും എല്ലാമായിട്ട് അവർ മിക്സ് ചെയ്ത് അവരുടെ വാക്കുകൾ വരും. അത് ദൈവമക്കൾക്ക് ചേരുന്നതല്ല എന്നാണ് ഇവിടെ പറയുന്നത്.
ഇങ്ങനെയുള്ള ദോഷകരമായ വർത്തമാനങ്ങൾ, ചീത്തത്തരം, പൊട്ടച്ചോൽ, കളിവാക്ക്, ഇതൊന്നും നിങ്ങൾക്ക് പാടില്ല. ദീസ് ആർ നോട്ട് ഫിറ്റിംഗ്. ഫിൽത്തിനെസ്, സില്ലി ടോക്ക് ഓർ കോഴ്സ് ജസ്റ്റിംഗ്, ഇതൊന്നും ഫിറ്റിംഗ് അല്ല, ഇതൊന്നും ചേരുന്നതല്ല. നാം ഇന്ന് രാവിലെ അതിനെക്കുറിച്ചാണല്ലോ കേട്ടുകൊണ്ടിരുന്നത്. നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം, കർത്താവേ, ദൈവമേ, അങ്ങയ്ക്ക് പ്രസാദമില്ലാത്ത, ഒരു ദൈവ പൈതലിന് ചേരാത്ത തരം താണ ഒരു വാക്കും വർത്തമാനവും എൻ്റെ വായിൽ ഉണ്ടാകരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത്? ഇവിടെ മേൽ പറഞ്ഞ തെറ്റുകളെക്കുറിച്ച്, ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം, ചീത്തത്തരം, പൊട്ടച്ചോൽ, കളിവാക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, പിന്നെ അടുത്ത 5-ാം വാക്യത്തിൽ ദുർനടപ്പ്, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവരെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് 6-ാം വാക്യം, ഈ വക നിമിത്തം, മേൽപ്പറഞ്ഞ ദോഷ സ്വഭാവങ്ങൾ നിമിത്തം എന്ത് സംഭവിക്കുന്നു? ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അതുകൊണ്ട് പൊട്ടച്ചോൽ, കളിവാക്ക്, തമാശ, എല്ലാ തമാശയും മോശമായിരിക്കണമെന്നില്ല, ദോഷകരമായിരിക്കണമെന്നില്ല. ദൈവമക്കൾക്കും അല്പം രസവും തമാശയൊക്കെ ആകാം. പക്ഷേ അതിനൊക്കെ ഒരു ലെവലുണ്ട്, ഒരു വൃത്തിയും വെടിപ്പുമൊക്കെ വേണം, ഒരു പരിമിതിയുണ്ട്, ഒരു ലെവലിലേ പോകാവൂ. ഇങ്ങനെയുള്ള പാപകരമായ വാക്കുകളും ഇടപാടുകളും പ്രവൃത്തികളും ഒക്കെ കൊണ്ട് ഇതിൻ്റെ ഫലമായി ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഈ പറഞ്ഞ ദോഷകരമായ വാക്കുകൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഫലമായി ദൈവം നമ്മോട് കോപിക്കാനുള്ള സാധ്യത, ഗോഡ്സ് ആങ്കർ വിൽ ബി അപ്പോൺ us if we continue in such things. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വാക്കുകളെ നിയന്ത്രിച്ച് ദൈവമക്കൾക്ക് ചേരുന്ന ലെവലിലായിരിക്കുവാൻ നാം ആഗ്രഹിക്കേണ്ടതാണ്. നാം മുമ്പേ മത്തായി സുവിശേഷത്തിൽ നിന്ന് ഒരു വചനം വായിച്ചുവല്ലോ, ആ വാക്യത്തിലേക്ക് വരാം. മത്തായി 12-ാം അധ്യായം, അവിടെ ഇത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും. മത്തായി 12-ാം അധ്യായം 34 മുതലുള്ള ചില വചനങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. അല്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിക്കുവാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. നോക്കുക, അവിടെ ശ്രദ്ധിച്ചാൽ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതാണ് വായ് സംസാരിക്കുന്നത്. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടന്മാരായിരിക്കെ, നിങ്ങളുടെ ഹൃദയത്തിൽ ദുഷ്ടതയും തിന്മയും പാപവും ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നല്ലത് സംസാരിക്കാൻ കഴിയും? യേശു ദോഷകരമായ വർത്തമാനത്തിൻ്റെ വാക്കുകളുടെ കാരണത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ മോശമായി സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ് സർപ്പം കടിച്ചാൽ വിഷബാധയുണ്ടാകുന്നത്? അതിൻ്റെ വായിൽ വിഷം ഇരിക്കുന്നുണ്ട്. വിഷസഞ്ചി അതിൻ്റെ വായിൽ പല്ലിന് മേളിലുണ്ട്. അത് കടിക്കുമ്പോൾ ആ വിഷം കടി കൊള്ളുന്ന ആളിൻ്റെ ശരീരത്തിലേക്ക് പോകുന്നു, അയാൾ മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ അയാൾ രോഗാതുരനായി മാറുന്നു. അതുകൊണ്ടാണ് സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടന്മാരാണ്, നിങ്ങളുടെ വായിൽ വിഷമുണ്ട്, നിങ്ങളുടെ മനസ്സിൽ വിഷമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ വിഷം ചീറ്റുന്നു, മറ്റുള്ളവർക്ക് വേദനയും ദുഃഖവും സങ്കടവും ഉണ്ടാകുന്നു. അതുകൊണ്ട് ഹൃദയത്തെ നിങ്ങൾ ശുദ്ധീകരിക്കണം എന്നാണ് യേശു ഇവിടെ പറഞ്ഞത്. 35-ാം വാക്യം വായിക്കാം. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ട മനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. ഇവിടെ 2 തരം മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ 33-ാം വാക്യത്തിൽ നോക്കിയാൽ 2 തരം വൃക്ഷങ്ങളെക്കുറിച്ച് യേശു പറഞ്ഞിട്ടുണ്ട്. ഒന്നിൽ നല്ല വൃക്ഷം, അല്ലെങ്കിൽ ചീത്ത വൃക്ഷം. നല്ല വൃക്ഷത്തിൽ നല്ല ഫലം കായ്ക്കും, ചീത്ത വൃക്ഷമാണെങ്കിൽ അതിൽ ചീത്ത ഫലം കായ്ക്കും. മാവ് ഒരു നല്ല വൃക്ഷമാണ്, അതുകൊണ്ട് മധുരമുള്ള മാങ്ങാപ്പഴം അതിൽ നിന്ന് കിട്ടും, അല്ലേ? എന്നാൽ കാഞ്ഞിരം എന്നൊരു വൃക്ഷമുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എൻ്റെ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. കാഞ്ഞിര വൃക്ഷത്തിലും ഉരുണ്ട കായുണ്ട്, അതിനകത്ത് കാഞ്ഞിരത്തിൻ്റെ കുരുവുണ്ട്. അത് തിന്നാൽ ആൾ മരിച്ചു പോകും, വിഷമാണ്. വേറെ ചില വൃക്ഷങ്ങളൊക്കെ അത് ഭയങ്കര കയ്പുള്ളതാണ്. ചില വൃക്ഷത്തിൻ്റെ ഇലയിൽ തൊട്ടാൽ തന്നെ നല്ല മണമാണ്. അങ്ങനെയുള്ള വൃക്ഷങ്ങളുണ്ട്. ദൈവമക്കൾ അങ്ങനെ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നല്ല മനുഷ്യനുണ്ട്, അവൻ്റെ ഉള്ളിൽ നല്ല നിക്ഷേപമുണ്ട്. ചീത്ത മനുഷ്യൻ അഥവാ ദുഷ്ട മനുഷ്യനുണ്ട്, അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുള്ള നിക്ഷേപങ്ങളാണ് ഉള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം ചിന്തിക്കണമേ, നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാം. എൻ്റെ ഹൃദയത്തിലെ ട്രഷർ എന്താണ്? നിക്ഷേപം എന്താണ്? അത് നല്ല നിക്ഷേപമാണോ അതോ ദുഷ്ടതയുള്ള നിക്ഷേപമാണോ? അതിന് ആനുപാതികമായിട്ടാണ് നാം സംസാരിക്കാൻ പോകുന്നത്. അടുത്ത വാക്യത്തിൽ പറയുന്നു, മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ
കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അത് വളരെ വ്യക്തതയുള്ള കാര്യമാണ്. അതുകൊണ്ട് ദൈവമുമ്പാകെ നിൽക്കുമ്പോൾ നല്ലതായിട്ട് കണക്ക് ബോധിപ്പിക്കാൻ കഴിയണമെങ്കിൽ, ധൈര്യത്തോടെ നിൽക്കാൻ കഴിയണമെങ്കിൽ ഈ കാലങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ നാം ശുദ്ധീകരിച്ച് നല്ല നിക്ഷേപം ഹൃദയത്തിൽ നിറയ്ക്കണം. അങ്ങനെയാകുമ്പോൾ നല്ലത് സംസാരിക്കാൻ കഴിയും എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. നല്ലത് സംസാരിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ തിരിക്കാം. ഞാൻ 2-3 കാര്യങ്ങൾ ചുരുക്കമായിട്ടും കൂടെ പറയാം. എന്തൊക്കെയാണ് ഈ നല്ലത് സംസാരിക്കാൻ കൊള്ളാവുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്? നല്ലതല്ലാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് നീണ്ട ലിസ്റ്റ് തരാൻ പറ്റും. നല്ലതല്ലാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. നല്ല കാര്യങ്ങൾ ഹൃദയത്തിൽ നിറച്ച് വായുകൊണ്ട് സംസാരിക്കേണ്ട കാര്യങ്ങൾ. 1, ഹൃദയത്തിൽ സത്യസന്ധതയുള്ളവരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ആയാൽ നാം സംസാരിക്കുന്ന കാര്യങ്ങൾ എല്ലാം സത്യമുള്ളതായിരിക്കും. ട്രൂത്ത്ഫുൾ വേർഡ്സ്. എഫേസ്യർ 4-ാം അധ്യായം, എഫേസ്യർ 4-ന്റെ 24-ഉം 25-ഉം വചനങ്ങൾ വായിക്കാം. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കുവിൻ. നാം തമ്മിൽ അവയവങ്ങളല്ലോ. ഇവിടെ നോക്കിയാൽ നാം സത്യം സംസാരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നാം പുതിയ മനുഷ്യന്മാരായി ദൈവം നമ്മെ തീർത്തിരിക്കുന്നു. സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ആ പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് ജീവിക്കണം. നിങ്ങളിൽ ഒരു ഭോഷ്കും ഉണ്ടാകരുത്. ഭോഷ്ക് ഉപേക്ഷിച്ച് കളയണം. നുണ പറയുന്ന സ്വഭാവം, കള്ളം പറയുന്ന സ്വഭാവം, വ്യാജവും ഭോഷ്കും അല്ലെങ്കിൽ അഭിനയിച്ച് കാണിക്കുന്ന കാപട്യമുള്ള ജീവിതം, ഇതൊന്നും ദൈവമക്കൾക്ക് ചേരുന്നതല്ല. ആ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള എല്ലാ വർത്തമാനങ്ങളും ഇല്ലാതെയാകും. അതിന് പകരം നാം സത്യത്തിൽ ജീവിക്കുവാനായിട്ട് ആരംഭിക്കും. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സത്യസന്ധരായി ജീവിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുവിനെ നോക്കിയാൽ യേശു അടിക്കടി പറയാറുണ്ട്, ഞാനാണ് സത്യം. ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. ഏതെല്ലാം ഭാഗത്ത് യേശു അത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സത്യത്തിന് വിരോധമായിട്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ദൈവമക്കളെ, നമ്മുടെ വാക്കുകൾ തികച്ചും സത്യമായിരിക്കട്ടെ. സത്യം നിറഞ്ഞ വാക്കുകൾ സംസാരിക്കുവാൻ, നല്ലത് സംസാരിക്കുവാൻ ദൈവം നമ്മെ ഇന്ന് രാവിലെ ആഹ്വാനം ചെയ്യുകയാണ്. രണ്ടാമത് നാം അത് കേട്ടു, യേശുവിൻ്റെ വാക്കുകളെക്കുറിച്ച്. എന്താ ലൂക്കോസ് 4:22 എന്താ വായിച്ചത്? അവൻ്റെ വായിൽ നിന്ന് വന്ന ലാവണ്യ വാക്കുകൾ, ഗ്രേഷ്യസ് വേർഡ്സ് ദാറ്റ് കെയിം ഫ്രം ഹിസ് മൗത്ത്. യേശുവിൻ്റെ വാക്കിന് ഒരു ലാവണ്യമുണ്ടായിരുന്നു, ഒരു ഗ്രേസ് ഉണ്ടായിരുന്നു, ഒരു കൃപയുണ്ടായിരുന്നു. കേൾക്കുന്നവർക്ക് ഒരു സന്തോഷവും ഒരു അനുഗ്രഹവും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ യേശു വളരെ സ്നേഹത്തോടെ, വളരെ ഗ്രേഷ്യസായി, കരുണയോടെ അവരോട് സംസാരിച്ചു. നമ്മെക്കുറിച്ചും പ്രിയപ്പെട്ട ഒരു ദൈവം ആഗ്രഹിക്കുന്നു. എഫേസ്യർ 4-ാം അധ്യായത്തിൽ നാം വായിച്ചതിന് ശേഷമുള്ള ഒരു വചനം കൂടെ, എഫേഷ്യൻസ് 4:32, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ദയയുള്ളവരായി, നിങ്ങൾ തമ്മിൽ മനസ്സലിവുള്ളവരായി, നിങ്ങൾ തമ്മിൽ ക്ഷമിക്കുന്നവരായി നമ്മുടെ വാക്കുകൾക്ക് ഈ ഒരു സ്വഭാവം കൈവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്നേഹമുള്ള വാക്കുകൾ, കൃപയുള്ള വാക്കുകൾ, മറ്റുള്ളവരോട് മനസ്സലിവുള്ള വാക്കുകൾ, കരുണയുള്ള വാക്കുകൾ. ഇതിൻ്റെ എതിർപദം നമുക്കറിയാം. ആരോടും അലിവില്ലാതെ വളരെ കഠിനമായി, ഹാർഷായി ഇരിക്കുന്ന അങ്ങനെയുള്ള വാക്കുകൾ നമുക്ക് പറയാൻ സാധിക്കും. വീട്ടിൽ വരുന്നവരെയൊക്കെ വഴക്ക് പറഞ്ഞ് ഓടിച്ചു വിടുന്ന ആളുകളുണ്ട്. സാധുക്കളായ ആളുകളായിരിക്കും വരുന്നത്. അവരെയൊക്കെ എന്തെങ്കിലുമൊക്കെ മോശമായി സംസാരിച്ച് അവരെ പറഞ്ഞു വിടുന്ന, അവർക്ക് 10 രൂപ കൊടുക്കാനുള്ള വിഷമം കൊണ്ടായിരിക്കും അവരോട് മോശമായി വർത്തമാനം പറഞ്ഞ് ഓടിച്ചു വിടുന്ന ആളുകളുണ്ട്. നാം അങ്ങനെ ആയിരിക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ വാക്കുകൾ കരുണയോടുകൂടെയും കൃപയോടുകൂടിയതും അതുപോലെ കമ്പാഷണേറ്റ്, മറ്റുള്ളവരുടെ അലിവും കരുണയും ഉള്ളതായി, ക്ഷമിക്കുന്ന ഒരു മറ്റുള്ളവരുടെ വിഷമത്തിൽ ഒരു സഹതാപം തോന്നുന്ന ഒരവസ്ഥ നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാക്കുകളും അങ്ങനെ ആയിരിക്കും. മറ്റുള്ളവരോട് കരുണയോടെ സംസാരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അവരെ നിരുത്സാഹപ്പെടുത്താത്ത വാക്കുകൾ സംസാരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അറിയാമോ,
വെളിപ്പാട് പുസ്തകം 2 അധ്യായവും 3 അധ്യായവും എടുക്കുമ്പോൾ 7 സഭകൾക്ക് കർത്താവായ യേശു യോഹന്നാൻ വഴി കത്തുകൾ എഴുതി അയക്കുന്നു. ഈ കത്തുകളൊക്കെ വായിച്ചാൽ നമുക്കത് പരിചയമുണ്ട്. ഓരോ സഭയ്ക്കും എഴുതുമ്പോൾ ആദ്യം ആ സഭയിലെ നല്ല ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടാണ് പിന്നെ അവരുടെ തിന്മകളെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇത് നമുക്കെല്ലാവർക്കും ഏറ്റെടുക്കുവാൻ കൊള്ളാകുന്ന ഒരു സ്വഭാവമാണ്. നല്ല കാര്യങ്ങളെ ഒന്ന് പ്രശംസിക്കാനും ഒന്ന് പുകഴ്ത്തി പറയാനും എടുത്തു പറയാനും നാം പരിശീലിക്കണം. നല്ല വാക്കുകൾ, പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ പറയുവാൻ നമുക്ക് ശീലിക്കാം. അതിൽ ഒരു അനുഗ്രഹമുണ്ട്. അതിനുശേഷം മാത്രമേ കമൻറ്റുകളും ക്രിറ്റിസിസവും അല്ലെങ്കിൽ തിരുത്തലുകളും സ്വീകരിക്കാൻ പറ്റുള്ളൂ. സാധാരണ പറയാറുണ്ട്, കറുത്ത ബോർഡിലാണ് വെളുത്ത അക്ഷരം എഴുതുന്നതെന്ന് പറയാറുണ്ട്. ബോർഡ് കറുത്തതാണ്, ആ പശ്ചാത്തലത്തിൽ വെളുത്ത അക്ഷരം എഴുതുമ്പോൾ എല്ലാവർക്കും വായിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യം നമ്മുടെ വാക്കുകളെ സംബന്ധിച്ച് നാം കരുതിക്കൊള്ളണം. മറ്റുള്ളവരെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന വാക്കുകളായിരിക്കരുത്. ഉദാഹരണമായി പത്രോസ് അപ്പോസ്തലൻ യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു എന്ന് നമുക്കറിയാം. ഇതെല്ലാം കഴിഞ്ഞ് കഥാപുരുഷൻ പോയി ദുഃഖിച്ച് ഇരിക്കുകയാണ്. വെളിയിലിറങ്ങി ഒത്തിരി കരഞ്ഞു, സങ്കടപ്പെട്ടു, ഏങ്ങലടിച്ച് കരഞ്ഞു, ഒരു സ്ഥലത്ത് മാറി നിരാശയോടെ ഇരിക്കുകയാണ്. എങ്കിലും യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് യേശു പത്രോസിനെ തിരിഞ്ഞ് ഒന്ന് നോക്കി എന്നെഴുതിയിട്ടുണ്ട്. യേശു പത്രോസിനെ തള്ളിക്കളഞ്ഞില്ല. അവിടെ യേശുവിനെ സംസാരിക്കാനൊന്നും ആകുമായിരുന്നില്ലെങ്കിലും സ്നേഹത്തോടെ ഒരു നോട്ടം. പിന്നെ യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ദൂതനെ കൊണ്ട് പറയിപ്പിച്ചു. മഗ്ദലക്കാരി മറിയോട് പറഞ്ഞു, നീ പോയി എൻ്റെ ശിഷ്യന്മാരോടും വിശേഷാൽ പത്രോസിനോടും പറയണം, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പത്രോസിനെ യേശു പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വാക്കാണ് യേശു പറഞ്ഞു വിടുന്നത്. ആരെങ്കിലും നിരാശയിലിരിക്കുന്നവരാണെങ്കിൽ അവരെ ഉണർത്തുവാനും അവരെ ഒന്ന് തലോടുവാനും പ്രോത്സാഹിപ്പിക്കുവാനും സാരമില്ല എന്നൊക്കെ പറയാനും ഉള്ള വാക്കുകൾ നാം സംസാരിക്കേണ്ടിയിരിക്കുന്നു. അത് പരിശീലിക്കേണ്ടിയിരിക്കുന്നു. 2 വചനങ്ങൾ അത് സംബന്ധിച്ച് വായിക്കാം. എബ്രായരുടെ പുസ്തകം 10 അധ്യായം 24 25 വചനങ്ങൾ വായിക്കാം. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സത്പ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. ഇത് ദൈവസഭയിൽ നാം ഓരോ മീറ്റിങ്ങുകളിലും കൂടി വരുമ്പോൾ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ തമ്മിൽ പ്രബോധിപ്പിക്കണം. പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉത്സാഹിപ്പിക്കുക, ആശ്വസിപ്പിക്കുക എന്നാണ് പ്രബോധിപ്പിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. നിങ്ങൾ പ്രബോധിപ്പിക്കണം, അന്യോന്യം പ്രോത്സാഹിപ്പിക്കണം. സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വരുന്ന രീതിയിൽ, വർദ്ധിക്കുന്ന രീതിയിൽ അന്യോന്യം സംസാരിക്കണം. നമ്മുടെ വാക്കുകളെ നാം കരുതിക്കൊള്ളണം. അത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതും ക്ഷീണിച്ചിരിക്കുന്നവരെ ഉത്സാഹിപ്പിക്കുന്നതും അവർക്കൊരു പ്രബോധനവും ഉത്സാഹവും ആശ്വാസവും കൊടുക്കുന്ന വാക്കുകളെ സംസാരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം 68 വാക്യം നോക്കാം. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ഇതാണ് പത്രോസ് യേശുവിനോട് പറയുന്നത്. യേശുവേ, നിന്റെ പക്കൽ എന്തുണ്ട്? നിത്യജീവൻ്റെ വാക്കുകളുണ്ട്. അതിൻ്റെ ആശയം എന്താണ്? നിന്റെ വാക്കുകൾ ഞങ്ങൾ കേട്ട് സ്വീകരിച്ച് ഉൾക്കൊള്ളുമ്പോൾ അത് ഞങ്ങളെ നിത്യജീവനിലേക്ക് സജ്ജരാക്കുന്നതാണ്, തയ്യാറാക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകളും ഇങ്ങനെ കേൾവിക്കാരെ, മറ്റുള്ളവരെ ദൈവരാജ്യത്തിന് വേണ്ടി, നിത്യജീവന് വേണ്ടി സജ്ജരാക്കുന്ന അളവിൽ, അവരെ അതിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുന്ന അളവിൽ ആത്മീകമായ വിഷയങ്ങളും കൂടെ സംസാരിക്കുവാൻ നാം ഒരുങ്ങുകയും പരിശീലിക്കുകയും ചെയ്യണം. എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ സംസാരിക്കുന്നതിന് പകരം ദൈവവചനത്തിൽ നിങ്ങൾ വായിച്ച കാര്യങ്ങളോ നിങ്ങൾ ധ്യാനിച്ച കാര്യമോ ഒക്കെ മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കുവാൻ ഒന്ന് ശീലിച്ചാൽ കൊള്ളാം. ഞാനും ഈ കാലങ്ങളിൽ അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനം വായിച്ച് പഠിച്ച് അത് ജീവിതത്തിൽ ഏറ്റെടുത്ത് ഉൾക്കൊണ്ട് മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുവാൻ, അത് വായുകൊണ്ട് സംസാരിക്കുവാൻ, കേൾവിക്കാർക്ക് പ്രബോധനവും ആശ്വാസവും ഉത്സാഹവും ലഭിക്കുന്ന അളവിൽ സംസാരിക്കുവാനും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവഭക്തന്മാർക്ക് ചേരുന്ന, ഫിറ്റിംഗ് ആയിരിക്കുന്ന, ദൈവഭക്തന്മാർക്ക് കൊള്ളാകുന്ന വാക്കുകൾ ഈ കാലങ്ങളിൽ
സംസാരിക്കുവാൻ നാം അഭ്യസിക്കണം എന്നാണ് ഇതിൻ്റെ സാരം. ഇതിൻ്റെ വിപരീതമായിരിക്കുന്നതൊക്കെയും നാം വർജിക്കേണ്ട കാര്യങ്ങളാണ്. അസത്യം സംസാരിക്കുന്നതും ശാപവാക്കുകൾ പറയുന്നതും എപ്പോഴും ആരോപണങ്ങളും പരാതിയും പറയുന്നതും ഒക്കെ നമ്മുടെ പഴയ സ്വഭാവത്തിൻ്റെ ശീലങ്ങളായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞിട്ട് ഈ കാലങ്ങളിൽ ക്രിസ്തുവിന് ചേരുന്ന അളവിൽ, ദൈവമക്കൾക്ക് ചേരുന്ന അളവിൽ നല്ലത് സംസാരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തിരിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ഇന്ന് രാവിലെ പരിശോധിക്കാം. യേശു ചോദിച്ച ആ ചോദ്യം നമ്മുടെ മനസ്സിലിരിക്കട്ടെ. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നിങ്ങൾക്ക് എങ്ങനെ നല്ലത് സംസാരിക്കാൻ സാധിക്കും? ദൈവവചനം പ്രസംഗിക്കുന്നവരെക്കുറിച്ചും ഇത് സത്യമാണ്. നമ്മുടെ മനസ്സ് ശരിയല്ലെങ്കിൽ, മനസ്സിൽ നല്ല ചിന്തകൾ കേൾവിക്കാരെക്കുറിച്ചെല്ലാം ഇല്ലെങ്കിൽ, നാം സംസാരിക്കുന്ന വചനങ്ങൾ അവരെ പണിയാനും ഉത്സാഹിപ്പിക്കുവാനും സാധ്യമല്ല. അതുകൊണ്ട് ദൈവവചനം ശുശ്രൂഷിക്കുന്ന ഓരോരുത്തരും, സഹോദരന്മാരാകട്ടെ സഹോദരിമാരാകട്ടെ, നമ്മുടെ ഹൃദയങ്ങളെ നിർമ്മലമാക്കി നല്ല ചിന്തകൾ, നല്ല വിചാരങ്ങൾ, മറ്റുള്ളവരെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും കുറ്റപ്പെടുത്തലുകളെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് മറ്റുള്ളവർക്ക് സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുത്ത് എനിക്കറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, എനിക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞിട്ട് ആ കാര്യം വിട്ടുകളയണം. എന്നിട്ട് കർത്താവിലേക്ക് നോക്കി മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുവാനും അനുഗ്രഹിപ്പാനും നമുക്ക് ഇടയാകേണ്ടത് ആവശ്യമാണ്. ഇന്ന് രാവിലെ നാം കേട്ട വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിക്കാം. ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ നല്ല നിക്ഷേപം ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ, പാപകരമായ പ്രവൃത്തികളെ തള്ളിക്കളഞ്ഞ് അതിനെ ഉപേക്ഷിച്ച് പരിശുദ്ധാത്മാവിനാൽ ആത്മാവിൻ്റെ ഫലം ജീവിതത്തിലുണ്ടാക്കി എല്ലാ നല്ല നിക്ഷേപവും നല്ല കണ്ടൻറ്റും ഹൃദയത്തിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് നല്ല വാക്കുകൾ പറയുവാൻ എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഇന്ന് രാവിലെ ആരോ പ്രാർത്ഥിക്കും. ദൈവത്തിന് നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും. വരുന്ന കാലങ്ങളിൽ നമ്മുടെ വാക്കുകൾ രൂപാന്തരപ്പെട്ട് പുതിയ നല്ല വാക്കുകളാക്കി ദൈവം തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പഴയ ആളല്ല, ഞാനൊരു പുതിയ സൃഷ്ടിയാണ് എന്ന് നമ്മോട് തന്നെ പറയണം. ഒരുവൻ ക്രിസ്തുവിലായാൽ, ഒരുവൾ ക്രിസ്തുവിലായാൽ അവരെന്ത് സംഭവിക്കും? അവർ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, പഴയ സംസാരങ്ങൾ, പഴയ വാർത്തകൾ, വർത്തമാനങ്ങൾ എല്ലാം കഴിഞ്ഞു. ഇതാ അതെല്ലാം പുതിയതായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് വലിയ പ്രത്യാശയുടെ വർത്തമാനമാണ്. എല്ലാ ഇഷ്ടക്കേടിനും ഉടനെ വായു തുറന്ന് ശബ്ദമുയർത്തി സംസാരിക്കുന്ന ശീലമാണ് ചിലർക്ക്. എനിക്ക് പിടിച്ചില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഉടനെ ശബ്ദം ഉയർത്തുക. അതൊക്കെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അവിടെ പ്രാർത്ഥിച്ച് സ്വയം താഴ്ത്തി എളിമപ്പെടുത്തി ദൈവത്തിന് എന്നോട് കാണിച്ച കരുണയെക്കുറിച്ച്, ദൈവം കാണിച്ച കരുണയെക്കുറിച്ച് ഓർത്ത് മറ്റുള്ളവരുടെ സഹനത്തോടെ, ക്ഷമയോടെ ചില നല്ല വാക്കുകൾ പറയാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ നാം കേട്ടതുപോലെ വായൊന്ന് അടച്ച് മിണ്ടാതിരിക്കുവാൻ, ഒന്ന് ശാന്തമായിരിക്കുവാനും ഒന്നും പറയാതിരിക്കുവാനും ചിലപ്പോൾ നമുക്ക് ആവശ്യമുണ്ട്. ചിലപ്പോൾ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം യാക്കോബ് അപ്പോസ്തലൻ അവരോട് പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. വിതയ്ക്കാൻ പറ്റിയ സമയമുണ്ട്. വലിയ കാറ്റും വെള്ളം കുത്തി ഒഴുകുകയും കൊടുങ്കാറ്റും വലിയ പേമാരിയും ഉള്ള സമയത്ത് ആരും വിതയ്ക്കത്തില്ല. എല്ലാം നല്ല അന്തരീക്ഷവും നല്ല കാലാവസ്ഥയുള്ളപ്പോഴേ വിതയ്ക്കുകയുള്ളൂ. എങ്കിലേ ആ വിത്തുകൾ അവിടെ വേര് പിടിക്കുകയുള്ളൂ. ആകെ അസ്വസ്ഥമായിരിക്കുന്ന സമയത്ത് ഭർത്താക്കന്മാർ ഭാര്യമാരെ ഉപദേശിക്കാൻ പോകരുത്. മിണ്ടാതിരുന്നാൽ മതി. കുറേ ശാന്തമായിരിക്കുക. ശാന്തമായി കുറച്ച് കഴിയുമ്പോൾ സംസാരിക്കാൻ പറ്റും. അസ്വസ്ഥതയുള്ളിടത്ത് ഉപദേശങ്ങളുമായിട്ട് നാം പോകരുത്. വിതയ്ക്കാൻ പറ്റിയ സമയമുണ്ട്. എല്ലാം ശാന്തമായി സമാധാനമായിരിക്കുമ്പോഴേ വിതയ്ക്കാൻ പറ്റും. അത് കുഞ്ഞുങ്ങളോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും സഹോദരങ്ങളോടാണെങ്കിലും വിതയ്ക്കാൻ പറ്റിയൊരു സമയമുണ്ട്. അന്നേരമേ വിതയ്ക്കാവൂ. ദൈവം നമ്മെ ഇന്ന് രാവിലെ കേട്ട വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളെ വെല്ലുവിളിക്കാനും നമ്മെ അനുഗ്രഹിച്ച് പുതിയ ഒരു സൃഷ്ടിയായി, ഞാൻ പുതിയ സൃഷ്ടിയാണെന്നുള്ള ബോധ്യത്തോടെ നമ്മെ പറഞ്ഞു വിടാനും ആഗ്രഹിക്കുന്നു. ദൈവമക്കൾക്ക് ചേരുന്ന സംസാരിക്കാൻ പറ്റിയ വാക്കുകളുടെ ഒരു ലെവലുണ്ട്. അതിന് താഴോട്ട് നാം പോകരുത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്ന വാക്കുകൾ സംസാരിക്കുമാറ് പരിശുദ്ധാത്മാവേ എന്നെ നിറച്ച് ബലപ്പെടുത്തി എന്നെ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മടങ്ങിപ്പോകാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.